മോദി സർക്കാരിന്റെ ആദ്യ കേന്ദ്ര ബജറ്റ് ഇന്ന്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇടം പിടിച്ചേക്കും. പ്രതിരോധം, റെയിൽവേ, അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം എന്നീ മേഖലകൾക്ക് കൂടുതൽ പരിഗണന നൽകിയുള്ള ബജറ്റാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുക എന്നതാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടം സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജനപ്രിയ പദ്ധതികൾ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ഇടം നേടിയേക്കും. കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയും പാവപ്പെട്ടവരെയും ലക്ഷ്യമിട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിക്കും. ബജറ്റിൽ നികുതി ഇളവുകൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത് എന്നീ പദ്ധതികളുടെ സഹായധനത്തിന്റെ പരിധിയും വർദ്ധിപ്പിച്ചേക്കും. ബജറ്റ് അമൃതകാലത്തെ സുപ്രധാന ബജറ്റാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ് അടക്കമുള്ള ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പാകെയുണ്ട്. പ്രത്യേക പദവി എന്ന ആവശ്യം സഖ്യകക്ഷി സർക്കാരുകൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ബജറ്റിലെ നിർണായക ചോദ്യമാണ്. GST നിരക്കുകൾ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും സർക്കാരിന് മുന്നിലുണ്ട്. റിയൽ എസ്റ്റേറ്റ്, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടും. 2047 റോഡ് മാപ്പാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുമ്പോൾ എന്തൊക്കെ വികസന ജനക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.